നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിന്റെ മനോഹരമായ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാവപകർച്ച സമ്മാനിച്ച നടൻ മണവാളൻ ജോസഫ് ഓർമ്മയായിട്ട് 38 വർഷം പിന്നിടുന്നു. നീലക്കുയിൽ എന്ന ചിത്രത്തിൽ ചായക്കടക്കാരൻ നാണു നായർ ആയിട്ടാണ് മണവാളൻ ജോസഫ് സിനിമാ ലോകത്തേക്ക് എത്തിയത്. നാടകരംഗമാണ് മണവാളൻ എന്ന പേര് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അദ്ദേഹം അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് നാടകത്തിലെ വേഷത്തിന്റെ പേരാണ് മണവാളൻ. പിന്നീട് കലാനിലയം നാടകത്തിലെ സ്ഥിരം നടനായി മാറി. ആദ്യ പ്രൊഫഷണൽ നാടകം ഇളയിടത്ത് റാണിയായിരുന്നു. ചെകുത്താൻ എന്ന നാടകത്തിലൂടെ ജോസഫ് അറിയപ്പെടുന്ന നടനായി മാറി. കോട്ടയം നാഷണൽ തിയേറ്റർ, KPAC, കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ പ്രമുഖ സമിതികളിൽ പ്രവർത്തിച്ചു. നീലക്കുയിൽ ഹിറ്റായതോടെ അവസരങ്ങളുടെ പ്രവാഹമായി. 300ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളും ചെയ്തു. പിന്നീട് മുതുകുളം SV പിള്ള, അടൂർ ഭാസി, ബഹദൂർ തുടങ്ങിയ പ്രതിഭകൾ കത്തി നിന്ന കാലത്ത് അവർക്കൊപ്പം ഹാസ്യരസപ്രധാനമായ റോളുകളിൽ വേഷമിട്ട ശൈലിയിൽ മണവാളൻ ജോസഫ് തിളങ്ങി. 1954 തന്നെ ഒരു കഥയെ ആസ്പദമാക്കി ഉറൂപ്പ് തിരക്കഥയെ രചിച്ച് P. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത മലയാള ചിത്രമായിരുന്നു നീലക്കുയിൽ. ആദ്യ സിനിമയെ ആദ്യമായി ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ചലച്ചിത്രം. പുതുമകളുടെ അനുഭവ കൂമ്പാരമാണ് നീലക്കുയിൽ സമ്മാനിച്ചത്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം, മലയാളത്തിലെ ആദ്യ സംവിധായക ജോഡിയുടെ അരങ്ങേറ്റം കൂടിയായിരുന്നു നീലക്കുയിൽ. ജാനമ്മ ഡേവിഡ് പാടിയ എല്ലാരും ചൊല്ലണ്, കുയിലിനെ തേടി, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ എങ്ങനെ നീ മറക്കും കുയിലെ, കായലരകത്ത് വലയെറിഞ്ഞപ്പോൾ, മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല തുടങ്ങിയ രാഘവൻ മാസ്റ്ററുടെ നാടൻ മണമുള്ള സംഗീതം. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണ്ണി വിളക്കേ. മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങൾ. അവർക്കിടയിൽ ചായക്കടക്കാരൻ നാണു നായർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നാണു നായരായി വന്ന് മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാവപകർച്ചയുള്ള നടനെയും സമ്മാനിച്ചു. നാടകത്തിന്റെ സംഭാവനകളായിരുന്നു. മണവാളൻ ജോസഫ് എന്ന കൊച്ചിക്കാരനായിരുന്നു ആ നടൻ. 1922 ജനുവരി 12 ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് ജനിച്ച ജോസഫിന് കുട്ടിക്കാലത്ത് തന്നെ കുടുംബത്തിന്റെ ഭാരമേൽക്കേണ്ടി വന്നു. നാടകരംഗമാണ് മണവാളൻ എന്ന പേരും സമ്മാനിച്ചത്. അദ്ദേഹം അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് നാടകത്തിലെ വേഷത്തിന്റെ പേര് കൂടി ആയിരുന്നു മണവാളൻ. പിന്നീട് കലാനിലയം, നാടകനിലയത്തിലെ സ്ഥിരം നടനായി. IV ശശിയുടെയും ജോസിയുടെയും ഒക്കെ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ ഹാസ്യ സ്വഭാവ വേഷങ്ങൾക്ക് പുതിയൊരു ഭാവപകർച്ച നൽകിയ അഭിനേതാവ് കൂടിയായിരുന്നു മണവാളൻ. സിനിമയിൽ മണവാളൻ്റെതായി 300ഓളം കഥാപാത്രങ്ങളും അവയിലേറെ കൂറും ഹാസ്യ കഥാപാത്രങ്ങളും. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ പലതും IV ശശിയുടെ ചിത്രങ്ങളിലേതായിരുന്നു. ഈ നാട്, ഉണരൂ, ഇവർ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ചില വടക്കൻ പാട്ട് ചിത്രങ്ങളിലും നാടുവാഴിയുടെ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രകൃതം കൊണ്ട് ക്രിസ്ത്യാനി വേഷങ്ങളായിരുന്നു ജോസഫിനെ തേടി കൂടുതലും എത്തിയത്. 29 വർഷക്കാലം സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ തമാശ കഥാപാത്രങ്ങളുമായി ഈ നടൻ അലഞ്ഞുതിരിഞ്ഞു. 300-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച് തുച്ഛമായ പ്രതിഫലം ദരിദ്രനായ മണവാളനെ നിലനിർത്തിയെന്ന് പറയാനാവില്ല. ദാരിദ്ര്യത്തെ കീഴ്പ്പെടുത്തുവാൻ പാടുപെടുന്ന സ്വന്തം കുടുംബം വാടക വീട്ടിൽ ഒതുങ്ങി നിന്നതിനെക്കുറിച്ച് മണവാളൻ പലപ്പോഴും പറയുമായിരുന്നു. ഭയം വിതറുന്ന മരണം മണവാളനെ കൊണ്ടുപോയി. പക്ഷേ 300-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച ഈ നടന്റെ മരണവാർത്ത അന്നത്തെ പത്രങ്ങളിലെ ചരമകോളത്തിൽ പോലും പ്രധാന വാർത്തയായില്ല. ഇടറിയ ചിലമ്പിയ ശബ്ദവും തനതു ശൈലിയിലെ അഭിനയവും കൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ വേഗം കൂടിക്കയറിയ അദ്ദേഹം 1986 ജനുവരി 23 ചെന്നൈയിൽ വെച്ചായിരുന്നു മരിച്ചത്. 70കളിലെയും 80കളിലെയും മലയാള സിനിമയിൽ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ചിരിയുടെ മാലപ്പടക്കത്തിൽ ആവാഹിച്ച മണവാളൻ ജോസഫിന്റെ മരണത്തിന് കണ്ണീരിന്റെ അകമ്പടി പോലുമില്ലായിരുന്നു. തികച്ചും അപ്രതീക്ഷിതം. IV ശശി സംവിധാനം ചെയ്ത വാർത്തയിൽ മണവാളന് അഭിനയിച്ചു തീർക്കാനുണ്ടായിരുന്നത് 3 സീനുകൾ മാത്രമായിരുന്നു. അതിന്റെ ഡബ്ബിങ്ങിനായിരുന്നു മണവാളൻ ജോസഫ് മദ്രാസിലെത്തിയത്. ഡബ്ബിംഗ് കഴിഞ്ഞ് ഒരു ബുധനാഴ്ച വൈകുന്നേരമാണ് മണവാളൻ മുറിയിലെത്തി കഥ കടച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരമായിട്ടും മുറി തുറക്കാത്തപ്പോൾ അടുത്ത മുറിയിലുള്ളവർക്ക് സംശയമായി. പോലീസിന്റെ സഹായത്തോടെ മുറി തുറന്നപ്പോൾ വെറും നിലത്ത് മരിച്ചു കിടക്കുകയായിരുന്നു ഈ നടൻ. ഇന്നും മറക്കാത്ത ഓർമ്മയായി മണവാളൻ എന്ന നടൻ മലയാള സിനിമയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു.